ബാൻസിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂട്ട്സും ഏത് ബാൻസുരി വെച്ച് വേണം പ്രാക്ടീസ് നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും ഞാൻ ഉപയോഗിച്ചിരുന്ന ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന സ്കെയിലാണ്. അപ്പം ഇതിൻ്റെ സ്കെയിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതായത് ഒരു ബാൻസുരിയുടെ ശ്രുതി എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സായുടെ പൊസിഷനായിട്ട് എടുക്കുന്ന പിച്ച് ഏതാണ്. ഒരു ശ്രുതി എല്ലാത്തിനും ഒരു പിച്ച് ഉണ്ടാവും. നമ്മൾ പ്ലേ ചെയ്യുന്ന ഓരോ നോട്ടും ഒരു പിച്ചാണ്. അപ്പോൾ ഏത് പിച്ചാണ് സാല് വരുന്നത് അതാണ് ബാൻസുരിയുടെ ശ്രുതി എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡി ഫ്ലൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫിംഗർ പൊസിഷൻ, അതായത് ഈ 3 ഫിംഗർ പൊസിഷനിൽ നമ്മൾ സാ എടുക്കുകയാണെങ്കിൽ അത് ഡി എന്ന് പറയുന്ന നോട്ടായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും ഞാൻ ഉപയോഗിച്ചിരുന്നത് ഡി എന്ന് പറയുന്ന പിച്ചിലുള്ള ബാൻസുരിയാണ്. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് പൊതുവേ ഡി പിച്ചിലുള്ള ബാൻസുരി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് അകലത്തിലാണ്. അപ്പം അത് ഇതിലുള്ള എല്ലാ ഹോൾസും കൃത്യമായി അടയ്ക്കാനും, കാരണം ബിഗിനേഴ്സിന് പലപ്പോഴും ഇവിടെ ഗ്യാപ്പ് വരും. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന നോട്ട് ഒരിക്കലും ഫുൾ ക്ലാരിറ്റിയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഡി അല്ലെങ്കിൽ ഇ ബേസ് ഫ്ലൂട്ട്സ് അത് അഡ്വൈസബിൾ അല്ല. അതായത് നമ്മൾ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തും ഇ ബേസ് ഫ്ലൂട്ടിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഫിംഗേഴ്സ് എത്തുന്നില്ല എന്നൊരു തോന്നലുണ്ട്. അത് നമുക്ക് പ്രാക്ടീസ് കൊണ്ട് മാത്രം വരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ക്ലാസിക്കൽ മ്യൂസിക് കൺസേർട്സിലെല്ലാം ഹിന്ദുസ്ഥാനി ബാൻസുരി ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇ ബേസ് ഫ്ലൂട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ്. അതായത് ഇ ബേസ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇ ബേസ് ഫ്ലൂട്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വലിപ്പത്തിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാകാം. ഇത്രയാണ് അതിൻ്റെ തമ്മിലുള്ള വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ അത്ര വലിപ്പത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മളുടെ ഫിംഗേഴ്സും അത്രയും ദൂരെയായിരിക്കും. അപ്പോൾ ഇ ബേസ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ഫിംഗർ പൊസിഷനിൽ സാ എടുത്ത് കഴിയുമ്പോൾ അത് ഈ നോട്ടാണ് വരിക. അതാണ് വരിക. അപ്പോൾ നമുക്ക് തുടങ്ങുന്ന ആൾക്കാർക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു പിച്ച് എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ ജി ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാതെ ബേസ് അല്ല, എന്നാൽ വല്ലാതെ ലോവർ ഫ്രീക്വൻസി അല്ല. വല്ലാത്ത ലോവർ ഫ്രീക്വൻസി ആണെങ്കിൽ ഇപ്പോൾ ചെറിയ ഫ്ലൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കർണാട്ടിക്കിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ കുഞ്ഞി ഫ്ലൂട്ടുകൾ ഉണ്ട് ഹിന്ദുസ്ഥാനിയിൽ. പക്ഷേ പൊതുവേ അത് നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ലൈറ്റായിട്ടുള്ള രാഗങ്ങളോ ലൈറ്റ് മ്യൂസിക്കോനോ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇത് ഡിയിലുള്ള ഫ്ലൂട്ടാണ്, ഡി പിച്ചിലുള്ള ചെറിയ ഫ്ലൂട്ടാണ്. നമ്മളുടെ ഡി പിച്ചിലുള്ള വലിയ ഫ്ലൂട്ട് നമ്മളിപ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞ 2 വീഡിയോസിലുള്ള. ഇപ്പോൾ ഈ ഡി പിച്ചിലുള്ള ഈ ചെറിയ ഫ്ലൂട്ട് ഇപ്പോൾ എടുത്താൽ വല്ലാതെ ഷ്രില്ലായിട്ട് പോകും. അങ്ങനെ കുറച്ച് ഷ്രില്ലായിട്ടാണ് പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷ്രില്ലായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഫ്ലൂട്ട്സ് അതിലധികം ഉപയോഗിക്കാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനി സംഗീതം പൊതുവേ നമ്മൾ ലോങ് നോട്ട്സിന് പ്രാധാന്യം നൽകുന്ന ടൈപ്പ് ഒരു സംഗീത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ ഷ്രില്ലായിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാനി കച്ചേരികൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിൽ തുടങ്ങുന്നത് തന്നെ ഒരു ലോങ് നോട്ട് പ്ലേ ചെയ്തിട്ടാണ്. കർണാട്ടിക് സംഗീത പദ്ധതിയിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ല കാണുക. പൊതുവേ കുറച്ചും കൂടെ ഡൈനാമിക്കായി പെട്ടെന്ന് ഒരുപാട് ഗമകങ്ങളൊക്കെ വരും. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിൽ തുടങ്ങുന്നത് തന്നെ ഒരു ആലാപനം വെച്ചിട്ടായിരിക്കും. ആ ആലാപനം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഓരോരോ നോട്ടായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം സാ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ആ സാ തന്നെ ഒരു ലോങ് നോട്ടായിട്ടാണ് പ്ലേ ചെയ്യുക. ഈ രീതിയിലാണ് സംഗീതത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു ഫ്ലൂട്ടിലാണ് അത് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ
ആ രീതിയിൽ നമ്മൾ ആ ചെറിയ ഫ്ലൂട്ടിൽ പ്ലേ ചെയ്താൽ ഒരു പ്രഷർ കുക്കറിന് സൗണ്ട് വരുന്ന പോലെ ഉണ്ടാവും, വിസിലടിക്കുന്ന പോലെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ചെറിയ ഫ്ലൂട്ട്സ് അതിൽ ഉപയോഗിക്കാറില്ല പൊതുവെ. അപ്പം തുടക്കക്കാർക്ക് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു പിച്ചാണ് ജി എന്ന് പറയുന്നത്. ജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ബേസ് ഫ്ലൂട്ടുമായിട്ട് വെച്ച് നോക്കി അതിൻ്റെ വലിപ്പം ഇത്ര വ്യത്യാസത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ കയ്യിൽ ഒതുങ്ങാൻ എളുപ്പമാണെന്ന് മാത്രമല്ല അത് വല്ലാതെ ഷ്രില്ലല്ല, രണ്ട് രീതിയിലും. ഇപ്പം നമ്മൾ ചെറിയ ഫ്ലൂട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഫ്ലൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ബ്ലോ ചെയ്യുന്നതിന് ശക്തി കൂടുതൽ വേണം, കാറ്റ് കുറച്ച് മതി. പക്ഷേ ഊതുന്നതിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിലെ പിച്ച് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡി ഫ്ലൂട്ട്, ചെറിയ ഫ്ലൂട്ടായിട്ടുള്ള ഡി ചെറിയതെടുത്താൽ ഇപ്പോൾ ഊതുന്നതിന് അത് നമ്മുടെ ഓംബോഷർ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് അതിൽ നല്ല ശക്തിയിൽ ഊതിയാൽ മാത്രമേ, അത് അത്യാവശ്യം നല്ല ഫോഴ്സിൽ ഊതിയാൽ മാത്രമേ അതിൽ പിച്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് നേരെ മറിച്ച് വലിയ ഫ്ലൂട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഊതുന്നതിനുള്ള ശക്തി വേണ്ട, പക്ഷേ കാറ്റ് കൂടുതൽ വേണം. അപ്പം അങ്ങനെയാണ്. അപ്പം ജി എന്ന് പറയുന്ന ഫ്ലൂട്ട് നമ്മൾ എടുത്താൽ അത് രണ്ടിൻ്റെ ഒരു നല്ല ബാലൻസാണ്. നമുക്ക് ഒരുപാട് കാറ്റ് ഊതി ശക്തിയിൽ ഊതിയിട്ട് ആകെപ്പാടെ നമുക്ക് ബുദ്ധിമുട്ടാവില്ല, എന്നാൽ അതേസമയം തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഊതും വേണം. അപ്പം ആ രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ജി ബേസിലുള്ള ഫ്ലൂട്ട്, ജി ബേസ് ഫ്ലൂട്ടാണ്, ജിയുടെ ചെറിയ ഫ്ലൂട്ടല്ല, ജി ബേസ് ഫ്ലൂട്ട് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്ന ഒരു 20 ഇഞ്ചസ് ആയിരിക്കണം അതിൻ്റെ നീളം വരുന്നത്. അപ്പോൾ ജി ബേസ് ഫ്ലൂട്ട് നമുക്ക് മേജറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂട്ട് മേക്കറിൻ്റെ കയ്യിൽ നിന്ന് ജി ബേസിലുള്ള ഫ്ലൂട്ട് വാങ്ങിക്കാവുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ തന്നെ 2 തരം ഉണ്ടാവും. ഒന്ന് നമ്മൾ, അതായത് ഫ്ലൂട്ട് പ്ലെയേഴ്സ് 2 രീതിയിലാണ് പ്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫ്ലൂട്ട് പിടിക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് പ്ലേയിങ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അല്ല, ഇതില്ല, ശരിക്കും ഡോമിനൻറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡാണ്. നമ്മൾ ഈ കയ്യിലാണ് ഫ്ലൂട്ടിൻ്റെ ഗ്രിപ്പിംഗ് മുഴുവൻ വരുന്നത്. അപ്പോൾ ആക്ച്വലി അത് റൈറ്റ് ഹാൻഡഡ്, അതായത് റൈറ്റ് ഹാൻഡാണ് നമ്മൾ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുന്നത് വെച്ചിട്ട് നമ്മൾ അതിനെ ലെഫ്റ്റ് ഹാൻഡഡ് ഫ്ലൂട്ട് എന്നാണ് പറയുക. ചില ആളുകൾ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് പ്ലേ ചെയ്യുന്നവരുണ്ട്, അതായത് ഭൂരിഭാഗം ആൾക്കാരും റൈറ്റ് സൈഡിലേക്ക്, അത് റൈറ്റ് ഹാൻഡഡ് പ്ലേയിങ് ആണ്. ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള ടെൻഡൻസി, അത് വെച്ചിട്ട് നമ്മളുടെ ഫ്ലൂട്ട് വാങ്ങണം. അപ്പോൾ അതിന് ഏത് മേജറായിട്ടുള്ള ഫ്ലൂട്ട് മേക്കേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ എല്ലാവരും വാങ്ങുന്ന ഒന്ന് സുഭാഷ് ഠാക്കൂർ പൂനം ഫ്ലൂട്ട്സാണ് ഡൽഹിയിലുള്ള. അതുപോലെ ബോംബെയിൽ കാന്തി ഫ്ലൂട്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വന്ന് വരുന്ന ഫ്ലൂട്ട്സിൽ ചില സൗത്ത് ഇന്ത്യയിൽ ശ്രീ ചാൾസ് ഫ്ലൂട്ട്സ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മേജർ മേക്കേഴ്സ് പലരും ഉണ്ട്. ഹർഷവർദ്ധൻ്റെ ഫ്ലൂട്ട്സ് ഉണ്ട് ഡൽഹിയിൽ. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി സൈഡിലാണ്. തുടങ്ങുന്നവർക്ക് എനിക്ക് തോന്നുന്നു ശ്രീ ചാൾസിൻ്റെയൊക്കെ ഫ്ലൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ കിട്ടും. ജി ഫ്ലൂട്ടിന് എനിക്ക് തോന്നുന്നു 2500 രൂപേൻ്റെ അടുത്താണ് കിട്ടുക. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡഡ് ഫ്ലൂട്ട് വേണോ ലെഫ്റ്റ് ഹാൻഡഡ് ഫ്ലൂട്ട് വേണോ എന്ന് തീരുമാനിക്കണം. അതിൻ്റെ മേജർ ഡിഫറൻസ് എന്താണ് എന്ന് വരിക എന്ന് വെച്ചാൽ, സാധാരണഗതിക്ക് 3 തരത്തിലാണ് ഒരു ഫ്ലൂട്ട്സ് ഉണ്ടാക്കുക. ഒന്ന്, അതായത് ഈ ബ്ലോ ഹോളും ഈ കാണുന്ന ഹോൾസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇന്ന ഹാൻഡ് എന്നുള്ള പ്രിഫറൻസ് ഇല്ല. ഇത് രണ്ടും സെയിമിൽ വന്നാൽ അത് റൈറ്റ് ഹാൻഡഡ് പ്ലെയേഴ്സിനും ലെഫ്റ്റ് ഹാൻഡഡ് പ്ലെയേഴ്സിനും ഒരേപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലൂട്ട്സാണ്. ഇനി രണ്ടാമത്തെ ഒരെണ്ണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ഫ്ലൂട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ പൊതുവേ പല ഫ്ലൂട്ട് മേക്കേഴ്സും എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബ്ലോ ഹോളിനെ കുറച്ചുള്ളിലേക്ക് ഇടും. അപ്പോൾ അതായത് ഈ കാണുന്ന ഹോൾസിൻ്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഇതിനെ കുറച്ച് ഈ സൈഡിലേക്കാണ്, ഇവിടുന്ന് ഈ നടുക്ക് വരുന്നതിന് ഇതിനോടുള്ള സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നതിന് ഈ ഹോൾ കുറച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് പിടിക്കുമ്പം ആ ബ്ലോയിങ് ഹോൾ നമ്മളുടെ ചുണ്ടിൻ്റെ നേരെ താഴെ കുറച്ച് എളുപ്പത്തിൽ വരും. നമുക്ക് ഒരുപാട് കറക്കി പിടിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് റൈറ്റ് ഹാൻഡഡ് ഫ്ലൂട്ട്സ് ആണെങ്കിൽ ഈ ബ്ലൂ ഹോളിനെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടും. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു ഹോളും കൂടെ ഉണ്ട്. ഈ ഹോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ട്രാ നോട്ട് താരസപ്തക്ക്, അതായത് മന്ത്രസപ്തക്ക്, അതായത് താഴത്തെ ഒക്ടേവിൽ സാധാരണഗതിക്ക് ഫ്ലൂട്ട് പാ എന്ന് പറയുന്ന നോട്ട് വരെ പോകാം. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചതാണ്.
അപ്പോൾ നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാ സാ നീ ദ പ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീവ്രമായി വരാം ഈ പായിൽ നിന്ന് നമ്മൾ ബെൻഡ് ചെയ്താൽ. എന്നാണ് നോട്ട് വരിക. അതിന് ഇവിടെയുള്ള ഈ ഒരെണ്ണത്തിന് നമുക്ക് നമ്മളുടെ കാൽമുട്ടിൻ്റെ മേലെ വെച്ചോ അല്ലെങ്കിൽ കൈയെത്താൻ സാധ്യത കുറവാണ്. കൈയെത്തണമെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലൂട്ട്സിൽ കൈയെത്തും, വലിയ ഫ്ലൂട്ട്സിൽ കൈയെത്തില്ല, വിരലെത്തില്ല. ഈ ചെറിയ ഫ്ലൂട്ട് ഇപ്പോൾ സി ഫ്ലൂട്ട് ആണെങ്കിൽ ഇത് നമുക്ക് കൈയെത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൻ്റെ മുട്ട് കൊണ്ട് അത് മറിച്ച് ഒരു നോട്ട് വേണം. അപ്പോൾ ആ ഒരു നോട്ട് ലെഫ്റ്റ് ഹാൻഡഡ് ഫ്ലൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സൈഡിൽ വരും എന്നുള്ളതും കൂടെയാണ് അതിലാകുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ തൊടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹോൾ ഇവിടെ വരണം. ഈ സൈഡിൽ വന്നാൽ പറ്റില്ല, കാരണം നമ്മളത് ഇങ്ങനെ വെച്ച് അടയ്ക്കുകയാണ് ചെയ്യുക. മുട്ടിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് അടയ്ക്കുമ്പോൾ ഈ ഹോൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അടയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മേക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അവനവൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ഒരു ഫ്ലൂട്ട് നമ്മൾ തുടക്കത്തിലേ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് പലരും ചെയ്യുന്നത് ആമസോൺ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് വരുത്താണ്. അത് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ സെൻറ്റേർഡ് ഫ്ലൂട്ടാണ് എന്നുണ്ടെങ്കിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ എപ്പോഴും ഏറ്റവും പ്രിഫേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലൂട്ട് മേക്കറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഫ്ലൂട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫ്ലൂട്ടിൻ്റെ ബാമ്പു, അതായത് ഈ മുള എന്ന് പറയുന്നത് പല തരത്തിലുള്ള മുള കിട്ടും. ഇത് കട്ടി കൂടിയ തരത്തിൽ കിട്ടും, കട്ടി കുറഞ്ഞത് കിട്ടും. ചില ആളുകൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റുള്ള ടൈപ്പ് ഫ്ലൂട്ടിലേക്ക് ബ്ലോ ചെയ്യുമ്പോഴാണ് കാറ്റ് കൂടുതൽ നല്ല ക്ലാരിറ്റിയിൽ വരിക. ചിലർക്ക് വെയിറ്റ് കുറഞ്ഞതായിരിക്കും പിടിക്കുക. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പാണ്, ഏത് തരം ഫ്ലൂട്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളുടെ പ്ലേയിങ് സ്റ്റൈലിന് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൂട്ട് സെലക്ട് ചെയ്യാൻ. എന്ന് മാത്രമല്ല പലരുടെയും ബ്ലോയിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലരുടേതിൽ ഈ ഓട്ടം, അതായത് ഈ ബ്ലോയിങ് ഹോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് പുറത്തേക്കുള്ള ടൈപ്പിലായിരിക്കും ചിലർ പിടിക്കുക. ചിലർ അത് ചെരിച്ചായിരിക്കും പിടിക്കുക, ചിലർ വല്ലാതെ ഉള്ളിലേക്കായിരിക്കും പിടിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ പിച്ച് മാറും. ഉദാഹരണത്തിന് നേരെ പിടിച്ച് ഊതുമ്പോൾ അതിൻ്റെ പിച്ച് നമുക്ക് വേരി ചെയ്യുന്നതാണ്. ഒരു സ്ഥലത്ത് കിടന്ന് അതിങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ഫ്ലൂട്ട് മേക്കറിന് അടുത്ത് പോയിട്ടാണ് നമ്മൾ ഫ്ലൂട്ട് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ബ്ലോയിങ് സ്റ്റൈലിന് അനുബന്ധമായിട്ടുള്ള ടൈപ്പ് ഫ്ലൂട്ട്, നമ്മളുടെ ഫിംഗർ പൊസിഷൻസ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ, നമ്മൾ ചുണ്ടിലിത് വെക്കുന്നത്, ചിലർ കുറച്ച് ഇങ്ങനെ ആയിരിക്കും കോടിയിട്ടായിരിക്കും വെക്കുക, ചിലർ കൃത്യം നടുക്ക് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ആകാശ് എന്ന് പറയുന്ന ഒരു ഫ്ലൂട്ട് പ്ലെയർ ഉണ്ട്, ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട്. അയാൾ ബ്ലോ ചെയ്യുന്ന അങ്ങനെ ഒരു സൈഡിലേക്ക് ഊതി പിടിച്ച് പഫ് ചെയ്ത് പിടിച്ചിട്ടാണ് പ്ലേ ചെയ്യുക. അപ്പോൾ നമ്മളുടെ പ്ലേയിങ് സ്റ്റൈലിന് അനുയോജ്യമായ രീതിയിലുള്ള ഫ്ലൂട്ട് നമുക്ക് തരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു, പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുമ്പം എത്ര പൈസ ചിലവാക്കണോ, 2500 രൂപയല്ല എത്രയും വില കൂടിയ ഫ്ലൂട്ട് വാങ്ങണോ എന്നൊക്കെ വിചാരിച്ച് 400 രൂപ 500 രൂപയുടെ ചെറിയ വില കുറഞ്ഞ ടൈപ്പ് ഫ്ലൂട്ട്സ് വാങ്ങിക്കും. ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ശ്രുതിയിൽ പ്ലേ ചെയ്യാനും വളരെ കംഫർട്ടബിളായി സൗണ്ട് വരുന്ന രീതിയിലുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിൽ പ്ലേ ചെയ്യാനും വേണം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ പഠനം കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നല്ലവണ്ണം ട്യൂൺ ചെയ്ത്, ലോക്കൽ ഫ്ലൂട്ട്സിൻ്റെ ട്യൂണിങ് വളരെ മോശം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു ലോക്കൽ ഫ്ലൂട്ടാണ്. ഇത് നമ്മളിതിന് 100-200 രൂപയ്ക്കൊക്കെ വാങ്ങിയത് എഫ് എന്ന ട്യൂണിങ്ങിലാണ്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂൺ കുറച്ച്, അതായത് എഫ് എന്ന നോട്ടല്ല ആക്ച്വലി സാല് വരുന്നത്. എന്തായാലും ഞാനിപ്പോൾ ശ്രുതി ബോക്സ് ഇവിടെ വെച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് പുറത്തേക്ക് എടുത്താലാണ് എഫ് വരിക, കുറച്ച് താഴെയാണ് അതിൻ്റെ നോട്ട് വരിക. അത് മാത്രമല്ല അതിൻ്റെ ബാക്കിയുള്ള നോട്ട്സിലും കറക്റ്റ് ട്യൂണിങ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് പകരം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു നല്ല ബാമ്പൂവിൽ നന്നായി ട്യൂൺ ചെയ്ത ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് വരുത്തുവാനും ആ വരുന്ന സൗണ്ട് കറക്റ്റ് ട്യൂണിൽ വരുത്തുവാനും എളുപ്പമാണ്. തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഡിഫറൻസ്. പക്ഷേ
അത് നമ്മൾ പോകെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഫ്ലൂട്ടിൽ പ്ലേ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും ഒരു ലോക്കൽ ബാംബൂ ഫ്ലൂട്ടിൽ നമുക്ക് വേറെ കിട്ടാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്നത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാനുള്ള പണവും സൗകര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു ജി ബേസ് ഫ്ലൂട്ട് അത്യാവശ്യം നല്ല ട്യൂണിങ്ങിലുള്ള നല്ലൊരു മേക്കറിൻ്റെ, അതായത് അത്യാവശ്യം നല്ല ട്യൂണിങ്ങിലുള്ള നല്ലൊരു മേക്കറിൻ്റെ ഫ്ലൂട്ട് വാങ്ങിയാൽ നമുക്ക് പ്ലേയിങ് വളരെ എൻജോയബിൾ ആയിരിക്കും. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. തുടക്കത്തിൽ കുറച്ച് വില കുറഞ്ഞ അത്ര നന്നല്ലാത്ത ഫ്ലൂട്ട് വാങ്ങാം. അത് പ്രത്യേകിച്ച് ആളുകളുടെ ചെവിട് ട്രെയിൻഡ് ആവുന്നിടത്തോളം വേറെ ആളുകൾക്ക് നിങ്ങൾ പ്ലേ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവും ഇത് ശ്രുതിയിലാണോ അല്ലേന്ന്, അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നതിൻ്റെ നോട്ട്സിൻ്റെ പിച്ച് കറക്റ്റാണോ അല്ലേന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കത് മനസ്സിലായില്ലെങ്കിൽ, നമ്മൾ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇത് ശ്രുതിയിലാണോ അല്ലേന്ന്. അപ്പോൾ അങ്ങനെ ശ്രുതിയിലല്ലാതെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നാമത് അത് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോയിങ് പിന്നെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല ഫ്ലൂട്ട് എടുത്തിട്ട് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതാണ് തുടക്കക്കാർ ഏത് ഫ്ലൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം, അവർ ഫ്ലൂട്ട് എവിടെ നിന്ന് വാങ്ങിക്കാം, അത് നല്ല ഫ്ലൂട്ട് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അത് ഒരു നല്ല ഫ്ലൂട്ട് മേക്കറുടെ അടുത്ത് ചെല്ലുക. ജി ബേസ് ഫ്ലൂട്ടാണ് എപ്പോഴും തുടങ്ങാൻ. ജി അല്ലെങ്കിൽ ജി ഷാർപ്പ് ആയാലും കുഴപ്പമില്ല, ജിയോ ജി ഷാർപ്പോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ബേസ് ഫ്ലൂട്ട് സെലക്ട് ചെയ്യാം. അതാകുമ്പം ഇറ്റ് ഈസ് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. നമ്മൾ ഏറ്റവും വളരെ ഷ്രില്ലായിട്ടുള്ളതിലേക്കുമല്ല എന്നാൽ വളരെ ബേസ് ആയിട്ടുള്ളതിലേക്കുമല്ല. അപ്പോൾ നല്ലൊരു ജിയോ ജി ഷാർപ്പോ ബേസ് ഫ്ലൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാംബൂ മേക്കറിൻ്റെ നല്ലൊരു ഫ്ലൂട്ട് മേക്കറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്ലൂട്ട്, അതായത് പലർക്കും അതിൻ്റെ ബാലൻസിങ് ഒക്കെ വളരെ ഡിഫറെൻറ്റാണ്. വെയിറ്റ് ഉള്ളത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലർക്ക് കൈ പിടിച്ചാൽ നല്ല ഒരു വെയിറ്റ് സപ്പോർട്ട് വേണം എങ്കിൽ ആ കയ്യിൽ ഉറച്ച് നിൽക്കുക എന്ന് തോന്നുന്നവരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോയിട്ട് നല്ല നമുക്ക് ചേരുന്ന രീതിയിലുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ശ്രുതി ബോക്സ് വെച്ചിട്ട് മര്യാദയ്ക്ക് നമ്മൾ അവിടെ ചെന്ന് ഫ്ലൂട്ട് മേക്കറോട് പറയുക തുടക്കക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സുഭാഷ് ഠാക്കൂറൊക്കെ പൂനം ഫ്ലൂട്ട്സിൻ്റെ സുഭാഷ് ഠാക്കൂറൊക്കെ ഇക്കാര്യത്തിലൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യും. അവിടെ ചെന്ന് നമുക്ക് ഇരുന്ന് സെലക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പോയി ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൂട്ടുകൾ നാഗ്പൂർ ഉള്ള ഒരു മേക്കറിൻ്റെതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് വളരെ നല്ല ഫ്ലൂട്ട്സാണ്. പിന്നെ നാഗ്പൂർ തന്നെ വേറെ ഇതിന് മുമ്പ് ഞാൻ മുകുന്ദ് ഫ്ലൂട്ട്സ് എന്ന് പറയുന്ന അവരുടേത് ഉപയോഗിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലൂട്ട്സ് ആയിരുന്നു. സുഭാഷ് ഠാക്കൂറിൻ്റെത് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ജി ബേസ് എന്ന് പറയുന്നത് കാന്തിയുടെ ഫ്ലൂട്ട്സാണ്, അതായത് ബോംബെയിലുള്ള കാന്തി ഫ്ലൂട്ട്സിൻ്റെതാണ്. അപ്പോൾ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും നമുക്ക് ഏറ്റവും നല്ല ഫ്ലൂട്ടോ നമ്മളുടെ ഒരു സ്റ്റൈലിന് അനുയോജ്യമായ രീതിയിലുള്ളതോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ പോയി സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷേ വാങ്ങുമ്പോൾ നല്ല മേക്കറിന് നല്ല ഫ്ലൂട്ട്സ് വാങ്ങിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ലെസനുമായിട്ട് വരാം. ഇപ്രാവശ്യം നിങ്ങൾ ഇതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റിയ ഒരു നല്ല ഫ്ലൂട്ട് തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഐ വിഷ് യു ആൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.